കനയ്യയ്ക്ക് തലയ്ക്ക് വില പറഞ്ഞ് പോസ്റ്ററുകൾ ദില്ലിയിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കൊന്നുകളഞ്ഞാൽ 11 ലക്ഷം രൂപയും അറുത്തെടുത്താൽ 5 ലക്ഷം രൂപയും നൽകുമെന്ന് പോസ്റ്ററുകളിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്നും എം സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? അനന്തു, കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക ഓഫീസായ കൃഷിഭവന് സമീപമാണ് വ്യാപകമായി ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. പൂർവാഞ്ചൽ സേന എന്ന സംഘടനയുടെ പേരിലാണ് പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. ഈ പോസ്റ്ററുകളിൽ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന പ്രധാന കാര്യം കനയ്യകുമാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയാൽ 11 ലക്ഷം രൂപ ഇനാം നൽകും, പാരിതോഷികം നൽകും എന്നാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ കനയ്യകുമാറിന്റെ നാവ് അറുത്തു കളഞ്ഞാൽ അതിന് പ്രത്യേക പാരിതോഷികമുണ്ടെന്നും ഈ പോസ്റ്ററിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേകിച്ചും കനയ്യകുമാറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും സംഘപരിവാർ സംഘടനകളും അതോടൊപ്പം തന്നെ വിവിധ സംഘപരിവാർ സംഘടനകൾ പ്രവർത്തിക്കുന്നവരും മാസങ്ങളോളമായി ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വധഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സംഘപരിവാർ നേതാക്കന്മാരും പല സ്ഥലങ്ങളിലും പ്രസംഗിക്കുന്നതിനിടയിൽ കനയ്യകുമാറിനെ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ജയിലിൽ നിന്നും അല്ലെങ്കിൽ ജാമ്യം ലഭിച്ച് സർവകലാശാലയിലെത്തിയ കനയ്യകുമാർ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് വളരെ അധികം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രസംഗം സർവകലാശാലയിൽ നടത്തിയിരുന്നു. അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിൽ കനയ്യകുമാറിനെതിരെ ഇത്തരത്തിലുള്ള വ്യാപകമായ പോസ്റ്ററുകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ആദ്യമായാണ് ദില്ലിയിൽ രാജ്യതലസ്ഥാനത്ത് കനയ്യകുമാറിനെ കൊന്നുകളഞ്ഞാൽ ഇനാം നൽകും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സന്തോഷ്, ഇതിനു പുറമെ ഏറ്റവും നിർണായകമായി കാണേണ്ടത് യുവമോർച്ച നേതാവ് കുൽദീപ് വർഷണിയുടെ വാക്കുകളാണ്. 5 ലക്ഷം രൂപ നാവറുത്ത് കളഞ്ഞാൽ, കനയ്യയുടെ നാവറുത്ത് കളഞ്ഞാൽ 5 ലക്ഷം രൂപ ഇനാമായി നൽകുമെന്ന് പറയുന്നു. ഇത് നേരത്തെ മുതൽ തന്നെ ഈ JNU വിഷയം ഉണ്ടാകുമ്പോൾ തന്നെ യുവമോർച്ചയുടെയും മറ്റ് RSSന്റെയും അങ്ങനെയുള്ള സംഘടനകളുടെ നേതാക്കന്മാരെ എന്തും പറയാൻ വിട്ടിട്ട് ഗവൺമെന്റ്, മോദി അടക്കമുള്ള മന്ത്രിമാർ നിശബ്ദത പാലിക്കുന്ന ഒരു രംഗങ്ങളുണ്ട്. അതേ രീതിയിൽ തന്നെയല്ലേ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്? അനന്തു, വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയം തന്നെയാണിത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ സർവകലാശാലയിലെ ഒരു വിദ്യാർത്ഥി നേതാവ് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് അല്ലെങ്കിൽ യൂണിയൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് സർക്കാരിനെ വിമർശിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു പോസ്റ്ററുകൾ ഇപ്പോൾ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം അവസാന ദിവസം കനയ്യകുമാർ സർവകലാശാലയിൽ നടത്തിയ പ്രസംഗവും അതോടൊപ്പം തന്നെ വിവിധ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ചും ഈ ടെലിവിഷൻ ചാനലുകളിൽ ഉൾപ്പെടെ ചർച്ചകളിൽ പങ്കെടുക്കുന്ന സംഘപരിവാർ സംഘടനാ നേതാക്കന്മാർക്ക് കനയ്യകുമാർ ഉയർത്തുന്ന ചോദ്യങ്ങളോട് അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവനകളോട് കൃത്യമായി പ്രതികരിക്കാൻ കൂടി കഴിയാത്ത ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് സംഘപരിവാർ സംഘടനാ നേതാക്കന്മാർ, പ്രത്യേകിച്ചും BJPയുടെ മുതിർന്ന നേതാക്കന്മാർ പോലും കനയ്യകുമാറിനെതിരെ രംഗത്തെത്തുന്നത്. എന്നാൽ ഇപ്പോൾ കനയ്യകുമാറിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയാൽ ഇനാം നൽകുമെന്നും അതോടൊപ്പം തന്നെ നാവരിഞ്ഞ് 5 ലക്ഷം രൂപ നൽകുമെന്നും ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റങ്ങൾ തന്നെയായി ഇതിനെ കാണേണ്ടി വരും. പക്ഷേ ഇത്തരത്തിലുള്ള തുടർച്ചയായ ഭീഷണികൾ ഉണ്ടാകുമ്പോൾ പോലും സർക്കാർ സംവിധാനങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. പ്രത്യേകിച്ചും ഔദ്യോഗികമായി BJPയുടെ നേതാക്കന്മാരോ അല്ലെങ്കിൽ യുവമോർച്ച ഉൾപ്പെടെയുള്ള സംഘപരിവാർ യുവജന സന്തോഷ്, ദയവായി തുടരുക. ഇപ്പോൾ മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പം ചേരുന്നു. മുഹമ്മദ് റിയാസ്, കനയ്യയുടെ തലയ്ക്ക് ഏവരും പ്രതീക്ഷിച്ചിരുന്നതാണ് ഏതെങ്കിലും രീതിയിൽ ഇത്തരം സംഘടനകളുടെ ഭാഗത്തു നിന്നും ഒരു വധഭീഷണി ഉണ്ടാകുമെന്ന്. പക്ഷേ ഇവിടെ യുവമോർച്ചയുടെ നേതാവ് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ് കനയ്യയുടെ തലയ്ക്ക് 11 ലക്ഷം രൂപ, വെടിവെച്ച് കൊന്നാൽ 11 ലക്ഷം രൂപ നൽകും, 5 ലക്ഷം രൂപ നാവർത്താൽ ലഭിക്കും. ഇങ്ങനെ ഒരു ഡയറക്റ്റായി ഒരു നേതാവ് ഉൾപ്പെടെ പറയുകയാണ്. എന്താണ് ഇതിന്റെ ഒരു വലിയൊരു ഗുരുതരമായൊരു പ്രശ്നമായി കാണണ്ടേ? പുള്ളിമാന്റെ പുള്ളി തേച്ചു മാച്ച് കളഞ്ഞാലും പോകില്ല എന്ന് പറഞ്ഞതുപോലെയാണ്. സംഘപരിവാർ RSS രാജ്യം ഭരിക്കുകയാണെങ്കിലും അവരുടെ രാഷ്ട്രീയം പുറത്തു തന്നെ വരും, അവരുടെ രീതികൾ പുറത്തു വരും. നാസിസ്റ്റ്, ഫാസിസ്റ്റ് ആശയ സംഘടനാ രീതികൾ പിന്തുടരുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എതിർ ശബ്ദം അനുവദിക്കില്ല. ഒരു ജനാധിപത്യത്തിൽ ഒരു പൗരന് നിഷേധിക്കുവാനുള്ള അവകാശമുണ്ട്, ഡിസെന്റിനുള്ള റൈറ്റ് ഉണ്ട്. ആ നിഷേധിക്കുവാനുള്ള അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തുവാനുള്ള പൗരന്റെ അവകാശത്തിനുള്ളിൽ കടന്നുകയറ്റം കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ രാജ്യത്ത് കണ്ടതാണ്. കനയ്യ എന്ന് പറയുന്ന വിദ്യാർത്ഥി ഒരു പ്രതീകമാണ്. ഭരണഘടനയെ സ്നേഹിക്കുന്ന രാജ്യ സ്നേഹികളുടെ പ്രതീകമാണ് കനയ്യ. ആ കനയ്യയുടെ ശബ്ദം ഒരു ഡിസെന്റ് ആണ്, വേറിട്ട ശബ്ദമാണ്. ആ വേറിട്ട ശബ്ദത്തെ അംഗീകരിക്കാത്ത രാഷ്ട്രീയ പ്രസ്ഥാനം രാജ്യം ഭരിക്കുമ്പോൾ
അവരുടെ അനുഗ്രഹത്താൽ ഇത്തരം നിലപാടുകൾ തുടരുക തന്നെ. മുഹമ്മദ് റിയാസ്, ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൽബുർഗി അടക്കമുള്ള നാലാൾ അറിയുന്ന ആളുകളെ പോലും കൊല ചെയ്യാൻ മടിക്കാത്ത ആളുകൾ ഉള്ള നാടായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ആ ഒരു സമയം കനയ്യയ്ക്ക് ഇപ്പോൾ കോടതി മുറിയിൽ പോലും ആക്രമിക്കപ്പെട്ട് ജയിലിൽ കിടന്ന ആ ദിവസങ്ങൾ അത്രയും ഫേസ്ബുക്ക് പോലുള്ള നവമാധ്യമങ്ങളിൽ വധഭീഷണി നേരിട്ട ഒരാളാണ് കനയ്യ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല രീതിയിലുള്ള സുരക്ഷ നൽകേണ്ടത് ആവശ്യകരമല്ലേ? തീർച്ചയായിട്ടും കനയ്യക്ക് സുരക്ഷ നൽകൽ ആവശ്യമാണ് എന്ന് മാത്രമല്ല, കനയ്യ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ പ്രധാന സർവകലാശാലകളിൽ പഠിക്കുന്ന മിടുക്കികളായ കുട്ടികൾ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ ബോധത്തിനു നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണം, ആ ആക്രമണത്തിന് എല്ലാ സ്പോൺസറിങ്ങും നൽകുന്നത് രാജ്യം ഭരിക്കുന്ന സർക്കാരിനെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. അതിന് റിമോട്ട് കൺട്രോളായി നിൽക്കുന്ന RSS ആണ്. അപ്പോൾ കനയ്യ ഉൾപ്പെടെയുള്ള ഇത്തരം വിഷയങ്ങളിൽ ശബ്ദമുയർത്തുന്നവരെ ശരിപ്പെടുത്തുന്ന സമീപനമാണ് രാജ്യത്തുണ്ടാകുന്നത്. ഇവിടെ രാജ്യം ഭരിക്കുന്നവർ തന്നെ ഇതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഭീഷണികൾ നേരിടുന്ന യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികളുടെ കാര്യം ചോദ്യചിഹ്നമായി നിലകൊള്ളുകയാണ്. അപ്പോൾ ഇപ്പോൾ ദില്ലി ഹൈക്കോടതി അവസാനമായി കനയ്യയ്ക്ക് ജാമ്യം നൽകുന്ന ഒരു സന്ദർഭത്തിൽ അയാൾക്ക് ഇങ്ങനെയൊരു രീതിയിലുള്ള സുരക്ഷ നൽകാത്തത് ആ കോടതിയുടെ വീഴ്ചയായി തന്നെ കാണണ്ടേ, അല്ലെങ്കിൽ ദില്ലി സർക്കാരിന്റെ വീഴ്ചയായി തന്നെ കാണണ്ടേ? ഇതിവിടെ വളരെ ഗൗരവമായി കാണേണ്ടത്, കോടതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത് ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അവന് നീതി പ്രതീക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. നീതി പ്രതീക്ഷിക്കുന്ന ഒരു കേന്ദ്രത്തിൽ വെച്ചിട്ടാണ് നേരത്തെ കനയ്യ മർദ്ദിച്ചതോ വക്കീൽ കുപ്പായമണിഞ്ഞ അഭിഭാഷകരായ RSSകാരാണ്. അഭിഭാഷക വൃത്തി ചെയ്യുമ്പോൾ ഒരു കോഡുണ്ട്. ആ കോഡിന് വിരുദ്ധമായ നിലപാടാണ് അവരെടുത്തിരുന്നത്. പ്രായമായ സ്ത്രീകളെ ഉൾപ്പെടെ അവിടെ മർദ്ദിച്ചു ഡൽഹിയിൽ. അവിടെ കനയ്യ കോടതിക്ക് അകത്ത് വെച്ച് ആക്രമിക്കപ്പെടുന്നു. കോടതി ഒരു നീതി ലഭിക്കാൻ അല്ലെങ്കിൽ നീതി പ്രതീക്ഷിക്കുന്ന ഒരു പൗരന്റെ ഒരു പ്രതീക്ഷാ കേന്ദ്രമായി മാറുന്നതിന് പകരം കോടതിയിൽ പോലും ഒരു പൗരൻ ഉയർത്തിപ്പിടിക്കുന്ന അവന്റെ പൗരാവകാശം നിഷേധിക്കപ്പെടുന്നുവെന്ന് മാത്രമല്ല, അതിന്റെ ഭാഗമായി അവൻ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെ കേൾക്കാത്ത കാര്യമാണ്. RSS എന്ന് പറയുന്ന പ്രസ്ഥാനം ഒരു കാലത്തും രാജ്യസ്നേഹപരമായ നിലപാടെടുത്തിട്ടില്ല എന്ന് നമുക്കറിയാം. സിവിൽ നിയമന ലംഘന പ്രസ്ഥാനം 1904 മുതൽ 41 വരെ നടത്തി. അതിൽ നിന്ന് RSS വിട്ടുനിന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 വിട്ടുനിന്നു. ആസാദ് ഹിന്ദു ഫൗജ് അതിൽ നിന്നും RSS വിട്ടുനിന്നിരുന്നു. INA പ്രക്ഷോഭകാരികളുടെ വിചാരണയെ തുടർന്നുള്ള കലാപങ്ങൾ അതിൽ നിന്നും RSS വിട്ടുനിന്നു. ബോംബെയിലെ നാവിക കലാപം ഇന്നും RSS ഒരിക്കലും ബ്രിട്ടനെ എതിർത്തിരുന്നില്ല. എന്നാൽ അതേ RSS നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ നാഥുറാം ഗോഡ്സെയുടെ പ്രസ്ഥാനമായ RSS ഇന്ന് രാജ്യസ്നേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നുള്ളത് ദയവായി തുടരുക. ഇപ്പോൾ BJP നേതാവ് JR പത്മകുമാർ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ JR പത്മകുമാർ, തർക്കം എന്തുമായിക്കൊള്ളട്ടെ, രാജ്യദ്രോഹി എന്ന് നിങ്ങൾ ആരോപിക്കുന്ന കനയ്യ അദ്ദേഹം ജാമ്യത്തിലിറങ്ങിയ വ്യക്തിയാണ്. നിങ്ങളുടെ തന്നെ ഒരു നേതാവ് നേർക്കുനേർ നിന്ന് പറയുകയാണ്, അയാളെ കൊന്നാൽ 11 ലക്ഷം രൂപ തരും, 5 ലക്ഷം രൂപ അയാളുടെ നാവറുത്ത് നിലത്തിട്ടാൽ തരും. ഇത് ശരിയായൊരു നടപടിയാണോ? നിങ്ങൾ ഈ മീഡിയ എന്ന് പറയുമ്പോൾ ഒരു സത്യസന്ധമായ ഒരു ചർച്ചയായിരിക്കും നടത്തുന്നത്. നമ്മുടെ ഒരിക്കലും ഈ ഒരു സംഘടനയെ പ്രതികൂട്ടി നിർത്തിക്കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ ഞങ്ങളുടെ ഏത് നേതാവ് പറഞ്ഞത് കുൽദീപ് വർഷിണി പത്മകുമാർ പശ്ചിമ ബംഗാളിലെ യുവമോർച്ചയുടെ നേതാവായ കുൽദീപ് വർഷിണിയാണ് ഈ കാര്യം അറിയിച്ചത്. ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രചരണം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട്. ചില കാര്യങ്ങളിൽ പ്രതിഷേധമുണ്ട്. അത് ജനാധിപത്യ രീതിയിൽ തന്നെയാണ് പ്രതിഷേധിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ആരെയും പിടിവെച്ചു കൊണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ആരുടെയും വായ് മൂടിക്കെട്ടിക്കൊണ്ടോ ഇവിടുത്തെ പ്രവർത്തനം നടത്തണമെന്നുള്ള ആഗ്രഹമില്ല. അത്തരത്തിലുള്ള പ്രചരണത്തിന് ഞങ്ങൾ ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല. ഇത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഞാനിപ്പോ നിങ്ങൾ ഫോണിൽ വിളിക്കുമ്പോഴാണ് ഈ സംഭവത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു സമീപനം ഭാരതീയ ജനതാ പാർട്ടിക്ക് അത് നമ്മുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റും കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചരണങ്ങൾ നമ്മൾ പ്രചരിപ്പിക്കാതെ യഥാർത്ഥ വസ്തുതകൾ വിലയിരുത്തിയിട്ട് ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ പൂർവാഞ്ചൽ സേനയുടെ പേരിൽ അവിടെ ദില്ലിയിൽ കണ്ട പോസ്റ്ററുകളുടെ പേരിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്?
അത് ഒരുപാട് സേനകളുണ്ടല്ലോ. നമ്മളിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പേരിൽ എത്ര മാവോയിസ്റ്റുകൾ, എത്ര ആളുകൾ പല രീതിയിൽ പ്രചരണം നടത്തുന്നുണ്ട്. തോക്കിൻകുഴലിലൂടെയാണ് ജനാധിപത്യം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPM-ന്റെ അക്കൗണ്ടിൽ വെക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്, വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട്. അതിനോടൊന്നും ഭാരതീയ ജനതാ പാർട്ടി പ്രതികരിക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ ഭരണഘടന അനുസരിച്ചിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മാർഗത്തിനോട് ഞങ്ങൾ എതിർക്കും. അതിന് ആരുടെയും ഔദാര്യത്തിന്റെ കാര്യമല്ല. രാഷ്ട്രദ്രോഹപരമാകാനും ജനാധിപത്യത്തിന് വിരുദ്ധമായ നിലപാടുകൾ ആരും സ്വീകരിച്ചാലും അതിനെ ജനാധിപത്യപരമായ രീതിയിൽ എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സമീപനം. ആരെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താനോ. അപ്പോൾ യുവമോർച്ചയുടെ നേതാവ് കുൽദീപ് വർഷിണി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി തന്നെ തള്ളി പറയാനും സംശയം. ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഇവിടുത്തെ SFIയുടെ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് എന്തിനാ അഭിപ്രായ സ്വാതന്ത്ര്യം DP ശ്രീനിവാസനെ അടിച്ചതിന്? അപ്പൊ ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളോടുകൂടി ഉണ്ടാവും. ഇതിനൊക്കെ പാർട്ടിയുടെ അഭിപ്രായമോ പാർട്ടിയുടെ നിലപാടുകളോ ആയിട്ട് കാണേണ്ട കാര്യമില്ല. ശരി, വളരെയധികം നന്ദി പത്മകുമാർ. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോദി ഉൾപ്പെടെയുള്ള ആളുകൾ മൗനസമ്മതം നടത്തുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. OP ശർമ്മയെ അടക്കം ആക്രമണത്തിലേക്ക് തള്ളിവിട്ട് അവർ ആക്രമണം നടത്താൻ യഥേഷ്ടം അവരെ അങ്ങോട്ടേക്ക് അഴിച്ചുവിട്ടതിന് ശേഷം അവർ മൗനമായി അവർ അതിനൊരു സമ്മതം നൽകുകയാണ്. ഇവിടെയും അതുതന്നെയല്ലേ നടക്കാൻ പോകുന്നത്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുമ്പിൽ ഉദാഹരണമായി ഉള്ളപ്പോൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ BJPക്ക് വോട്ട് ചെയ്തവരുടെ മാത്രം ഭരണാധികാരിയല്ല. BJPക്ക് വോട്ട് ചെയ്ത 31% വരുന്ന ജനങ്ങളാണ്. 69% വരുന്ന ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തിട്ടില്ല. ആ 31% വരുന്ന ജനങ്ങളിലും വലിയ ഭൂരിപക്ഷം പേർ കോൺഗ്രസ് ഗവൺമെന്റിന്റെ വികാരത്തിനെതിരെ വോട്ട് ചെയ്തവരാണ്. അപ്പൊ ശ്രീ മോഡി ഇന്ന് മൗനം പാലിക്കുന്നത് രാജ്യത്തെ ജനസംഖ്യയിൽ 10% താഴെ മാത്രം ഉള്ള ജനങ്ങൾ ആഗ്രഹിക്കുന്ന മതനിരപേക്ഷതയ്ക്ക് വിരുദ്ധമായ ഹൈന്ദവ രാഷ്ട്രം എന്നുള്ള ലക്ഷ്യത്തെ മുൻനിർത്തിയുള്ള ആശയത്തെയാണ്. യഥാർത്ഥത്തിൽ സംസാരശേഷിയില്ലാത്ത ഒരാൾ പോലും സംസാരിച്ചു പോകുന്ന സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. എന്ത് ഭക്ഷിക്കണം, ഏത് സംഗീതം കേൾക്കണം, ഏത് പുസ്തകം വായിക്കണം, ഏത് സിനിമ കാണണം, ഏത് മത്സരം കാണണം എന്നൊക്കെയുള്ള ഒരു പൗരന്റെ അവകാശത്തിന് മുകളിൽ കൈകടത്തുന്നു. എന്ത് ഭക്ഷിക്കണമെന്നുള്ള പൗരാവകാശത്തിന്റെ ഭാഗമായി തല്ലിക്കൊല്ലുന്നു. ഗസൽ ഗായകനായ വിശ്വപ്രസിദ്ധ ഗുലാം അലിയുടെ ഗസൽ തകർക്കാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദി മൗനം പാലിക്കുന്നു എന്ന് പറയുന്നത് ഇത്തരം അക്രമങ്ങളെ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇത് നമ്മുടെ ജനാധിപത്യ ഇന്ത്യക്ക് അപമാനമാണ്. ഇപ്പൊ ഇവിടെ ശ്രീ പത്മകുമാർ എത്ര ലാഘവത്തോടു കൂടിയാണ് പറഞ്ഞത്. അത് ഇങ്ങനെ പ്രതികരിക്കുന്നവരുടെ പേരിൽ നടപടി എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ള രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ ആ കസേരയിൽ നിന്ന് ഇരിക്കുമോ? ന്യൂനപക്ഷങ്ങളെ, പട്ടികജാതിക്കാരെ ഇവർ എന്തിനു സമാനമായിട്ടാണ് കേന്ദ്രമന്ത്രിമാർ വിശേഷിപ്പിച്ചിട്ടുള്ളത്? തെരുവ് നായ്ക്കളെ തല്ലിക്കൊല്ലുന്നതിന് സമാനമാണ് ഹരിയാനയിലെ 2 പട്ടികജാതി വിഭാഗക്കാരായ കുട്ടികളെ ചുട്ടുകൊന്നതെന്ന് പറഞ്ഞ നേതാവുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം. ആ നേതാവിനെ ശ്രീ മോഡി പ്രകീർത്തിക്കുകയായിരുന്നു പിറ്റേന്ന് അദ്ദേഹത്തിന് ജന്മദിനാശംസ അയച്ചിട്ട്. അങ്ങനെയുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റിൽ നിന്നും ഇതിനപ്പുറത്തേക്ക് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ രാജ്യത്തെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ സംഘടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് BJPയുടെ വാട്ടർലൂ ആയിരിക്കും. മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ BJP സർക്കാരിനെതിരെ നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്ന, അവരുടെ തെറ്റായ നയങ്ങൾക്കെതിരെ നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അങ്ങനെ ഒരു രീതിയിലേക്ക് നോക്കുമ്പോൾ ഇപ്പോൾ രോഹിത് വെമുലയുടെ അടക്കമുള്ള കാര്യങ്ങൾ കനയ്യ വീണ്ടും ഉന്നയിക്കും. ആ രോഹിത് വെമുലയ്ക്ക് നീതി കിട്ടുന്നത് വരെ അതിനുവേണ്ടി മുന്നോട്ട് പോകുമെന്ന് സ്മൃതി ഇറാനിയുടെ ഉൾപ്പെടെ പേരെടുത്ത് പറയുകയാണ് ഉണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ രോഹിത് വെമുലയുടെ കേസ് വീണ്ടും പൊങ്ങി വരാതിരിക്കാൻ കനയ്യയുടെ മേൽ വീണ്ടും ഒരു വിവാദം അഴിച്ചുവിടാനുള്ള ഒരു ശ്രമം കൂടിയല്ലേ ഇത്? തീർച്ചയായിട്ടും കനയ്യ കുമാർ ജയിലിൽ നിന്നും ഇറങ്ങി വന്നതിന് ശേഷം നടത്തിയ പ്രസംഗം അത് ലോക നവമാധ്യമങ്ങളിലെ ഒരു തരംഗമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്ത് അതൊരു തരംഗമായി മാറിയിട്ടുണ്ട്. ആ പ്രസംഗം BJP കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ആ പ്രസംഗം യഥാർത്ഥത്തിൽ ഒരു മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഇന്ത്യൻ പൗരന്റെ ഒരു ശബ്ദമായി മാറിയിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഭരണഘടനയെ പൂർണ്ണമായും സ്നേഹിക്കുന്നവർക്ക് എനിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് മനസ്സിലാവും. ഇത് മാത്രം മതി.
ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഭരണഘടനയെ സ്നേഹിക്കുന്നവരാണ്. ആ ഭരണഘടനയിലെ സെക്യുലറിസം അപകടാവസ്ഥയിലാണ്. മതനിരപേക്ഷത അപകടാവസ്ഥയിലാകുന്നു. അസഹിഷ്ണുത പരക്കുന്നു, കാട്ടുതീ പോലെ പടരുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം പോലും ശ്രീ നരേന്ദ്രമോദിയെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും ഉറക്കം കെടുത്തുന്നു. ഇതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. ഇത് പടരുകയാണ്, ഇത് രാജ്യമാകെ പടരും. കനയ്യകുമാർ ഇന്ത്യയിലെ ഓരോ കലാലയത്തിലും ജനിക്കും. ഒരു തർക്കം വേണ്ടതിൽ എത്ര അടിച്ചമർത്താൻ ശ്രമിച്ചാലും 1,000 ഉയർന്നു വരും. ആ ഒരു രാഷ്ട്രീയമാണ് ഇവിടെയുള്ളത്. ദൗർഭാഗ്യവശാൽ രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനമായ കോൺഗ്രസ് ഇതിനോടുക്കുന്ന സമീപനം ഉൾപ്പെടെ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ മുഹമ്മദ് റിയാസ് ഈ വാർത്തയോട് പ്രതികരിച്ചു. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടൻ കൂടി ചേരുന്നു. ശ്രീ മാത്യു കുഴൽനാടൻ, എതിർക്കുന്നവരെ എന്ത് വില കൊടുത്തും നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദാഹരണം ഒരുപാട് നമുക്ക് മുമ്പിലുണ്ട്. കൽബുർഗി ആണെങ്കിലും സിനിമയിലേക്ക് എടുത്താൽ ഷാരൂഖ് ഖാൻ, അമീർ ഖാൻ, അങ്ങനെ പോയാലും ഇപ്പോൾ മുഹമ്മദ് റിയാസ് സൂചിപ്പിച്ചതുപോലെ ഗുലാം അലി ആയാലും ഇങ്ങനെ സാഹിത്യമാവട്ടെ, സിനിമയാവട്ടെ, ഇനി അത് രാഷ്ട്രീയമാവട്ടെ, എന്ത് രീതിയിലും ഇപ്പോൾ നേർക്കുനേരെ അവരുടെ ഒരു പോഷക സംഘടനയായ പൂർവാഞ്ചൽ സേന ഇയാളെ വെടിവെച്ച് കൊന്നാൽ 11 ലക്ഷം രൂപ നൽകുമെന്ന് പറയുന്നു. ഒപ്പം ഇവരുടെ തന്നെ യുവമോർച്ചയുടെ തന്നെ ഒരു നേതാവ് പറയുന്നു അവന്റെ നാവറുത്തിട്ടാൽ 5 ലക്ഷം രൂപ നൽകുമെന്ന്. ശരിയായൊരു നടപടിയിലേക്കാണോ പോകുന്നത്? ഇത് അംഗീകരിച്ചു കൊടുക്കാനാവുന്ന ഒരു നടപടിയാണോ? ഇത് ഇപ്പോ കനയ്യകുമാർ എന്ന് പറഞ്ഞ വ്യക്തിക്കോ വിദ്യാർത്ഥിക്കോ എതിരായിട്ടുള്ള ഒരു രോക്ഷപ്രകടനം എന്ന നിലയിൽ ഞാൻ കാണുന്നില്ല. ഇത് കനയ്യകുമാർ ഒരു ദൃഷ്ടാന്തമായി മാത്രം നമുക്ക് കാണാം. കഴിഞ്ഞ ഏറെ കാലമായി ഈ രാജ്യത്ത് RSSും BJPയും സംഘപരിവാർ സംഘടനകളും വളരെ ആസൂത്രിതമായി ഡെവലപ്പ് ചെയ്യാൻ പരിശ്രമിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രതിഫലനമായി മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ കഴിയൂ. കാരണം എന്താ, ഇപ്പോ എതിർക്കുന്നവരെ ഇല്ലായ്മപ്പെടുത്തുന്നത് അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നത് ഒരു പുതുമയുള്ള കാര്യമല്ല. അതിപ്പോ പല രാഷ്ട്രീയ പാർട്ടികളും അതിലിപ്പോ CPM അടക്കം ഉള്ളവർ അതിന്റെ ആ രീതിയിലുള്ള ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ നിന്ന് അങ്ങനെ എടുത്തു കാണിക്കാൻ കഴിയും. പക്ഷെ ഇതിപ്പോ എന്താണ്, ഇതിപ്പോ രാജ്യത്തെമ്പാടും ഇപ്പോ RSSനെതിരെ, BJPക്കെതിരെ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രത്യയശാസ്ത്രത്തിനെതിരെ വരുന്ന സ്വരങ്ങളോട് ഒരു പ്രതികരിക്കാനുള്ള അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മപ്പെടുത്താനുള്ള ഒരു സ്വാഭാവിക സ്വഭാവം രാജ്യത്ത് ഡെവലപ്പ് ചെയ്യാൻ പരിശ്രമിക്കുകയാണ്. എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവം, കനയ്യകുമാർ എന്ന കുറ്റക്കാരനാകട്ടെ, തെറ്റുകാരനാകട്ടെ, പ്രതിയാകട്ടെ, രാജ്യദ്രോഹിയാകട്ടെ, ആരുമാകട്ടെ, തീവ്രവാദിയാകട്ടെ, കോടതിയിൽ കൊണ്ടുവന്നപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ വന്ന് ആക്രമിക്കാൻ മനസ്സിലാക്കാം. പക്ഷേ അഭിഭാഷകർ അല്ലെങ്കിൽ അഭിഭാഷകരായി വേഷമിട്ടവർ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ ഒരു വിഭാഗത്തെയെങ്കിലും RSS സംഘപരിവാറിന്റെ ഭാഗമായി നിൽക്കുന്നവരെയെങ്കിലും അവർക്ക് ആ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇപ്പോഴെന്താണ്, പരസ്യമായി ഇദ്ദേഹത്തെ കൊല ചെയ്യാനുള്ള ആഹ്വാനം, കൊല്ലാനുള്ള ആഹ്വാനം, അല്ലെങ്കിൽ നാവറക്കാനുള്ള ആഹ്വാനം, ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ചെയ്യാനുള്ള ഒരു ധൈര്യവും അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിൽ RSSും സംഘപരിവാറും വിജയിച്ചു വരുന്നു എന്നത് നമ്മൾ ഓരോരുത്തരെയും ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതൊരു കനയ്യകുമാറിന്റെ പ്രശ്നമല്ല, ഇതല്ലെങ്കിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഈ രാജ്യത്തെ ദളിതരുടെ മാത്രം പ്രശ്നമല്ല. പൊതുവെ ഈ സമൂഹത്തെ ഫാസിസ്റ്റ് ഒരു പിടി അല്ലെങ്കിൽ അതിന്റെ ഭയപ്പാടോടുകൂടി കാണേണ്ടി വരുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ഇതിനു വേണ്ടി ഞാൻ ചോദിക്കട്ടെ, ഈ സംഭവങ്ങളിലെല്ലാം നരേന്ദ്രമോദിക്കും BJPക്കും RSSനും ഒരു രാഷ്ട്രീയപരമായ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അവർ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല. കാരണം എന്താ, ആ വില കൊടുത്താലും അവർ ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഇതുപോലുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. പക്ഷെ ഇതിനെ ചെറുത്ത് തോൽപ്പിക്കേണ്ടതുണ്ട്, പ്രതിരോധിക്കേണ്ടതുണ്ട്. ജനാധിപത്യ മതേതര വിശ്വാസികൾ എല്ലാവരും ഒന്നുപോലെ ഒത്തുചേർന്ന് ഈ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ ചെറുക്കാൻ മുന്നോട്ട് വരേണ്ട ഒരു സമയമാണ് ഇത്. കനയ്യകുമാർ എന്ന വ്യക്തിയെയോ JNU എന്ന ക്യാമ്പസിലോ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമായി കാണരുത്. രാജ്യത്ത് ഇപ്പൊ പറഞ്ഞല്ലോ, കൽബുർഗിയും ഗോവിന്ദ് പൻസാരയും ഗുലാം അലിയും അടക്കം എത്രയോ ആളുകളാണ് ഇവരുടെ ഈ സംഘപരിവാർ അജണ്ടയ്ക്ക് ഈ വിധേയമായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്ര എക്സാമ്പിളുകളായി. അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അത് ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്യേണ്ടപ്പോൾ ന്യൂനപക്ഷങ്ങളെ ടാർഗറ്റ് ചെയ്തു, ദളിതരെ ടാർഗറ്റ് ചെയ്യേണ്ടപ്പോൾ ദളിതരെ ടാർഗറ്റ് ചെയ്തു, പിന്നോക്കക്കാരെ ചെയ്യേണ്ടപ്പോൾ പിന്നോക്കക്കാരെ ചെയ്തു. ഞാൻ പറഞ്ഞത് എനിക്ക് മാർട്ടിൻ നെമോയർ ആംഗലേയ കവി പറഞ്ഞ വാചകങ്ങളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആദ്യം അവർ തേടി വന്നത് സോഷ്യലിസ്റ്റുകളെയാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാൻ സോഷ്യലിസ്റ്റ് ആയിരുന്നില്ല.
പിന്നീട് അവർ തേടി വന്നത് ട്രേഡ് യൂണിയനിസ്റ്റുകളെയാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു ട്രേഡ് യൂണിസ്റ്റ് ആയിരുന്നില്ല. പിന്നീട് അവർ തേടി വന്നത് കമ്മ്യൂണിസ്റ്റുകാരെയാണ്. ഞാൻ പ്രതികരിച്ചില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. പിന്നീട് അവർ തേടി വന്നത് എന്നെയാണ്. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല. എന്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഇതാണ്. ഞാൻ പറയുന്നത്, ഇപ്പോൾ അപകടമില്ല, ഇപ്പോൾ ഞങ്ങളെ ബാധിക്കുന്നതല്ല. കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുന്ന നിരവധി ജനാധിപത്യ മതേതര വിശ്വാസികളുണ്ട്. അവർക്കെല്ലാം ഉള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്. നാളെ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തിലേക്കും കടന്നു വരുന്ന ദിനങ്ങളേറെ അകലെയല്ല. അതുകൊണ്ട് ഇന്ന് ഈ പ്രത്യയശാസ്ത്രത്തെ RSS ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ സ്വാതി നിരഞ്ജൻ ജ്യോതി അല്ലെങ്കിൽ ഇതുപോലുള്ള നിരവധിയായ വർഗീയ വിഷം തുപ്പുന്നവർ BJPക്കോ RSSനോ കൺട്രോൾ ചെയ്യാൻ കഴിയില്ലായിട്ടാണോ? അല്ല. ദേ അലൗ ദം ടു സ്പീക്ക്. അവർ സംസാരിക്കട്ടെ, അവർ വർഗീയ വിദ്വേഷം വർഗീയ ചേരികൾ ഉണ്ടാക്കട്ടെ എന്നത് RSSന്റെ അജണ്ടയാണ്. നരേന്ദ്രമോദി അടക്കം ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയിൽ പോലും അവർ വറിയതല്ല. അവർ ആഗ്രഹിക്കുന്ന ഈ രാജ്യത്ത് RSSന്റെ ഒരു പ്രത്യയശാസ്ത്രത്തിന് മേൽക്കോയ്മ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ ഫാസിസത്തിന് വേരോട്ടം ഉണ്ടാക്കുന്ന അഭിഭാഷകർ പ്രതികരിച്ചതാണ് എങ്കിൽ എത്ര അപകടകരമാണ്. ഒരു കോടതിയിൽ വരുന്ന ഒരു പ്രതിയോട് ഇത്തരത്തിൽ പെരുമാറാൻ ഒരു കോടതിയിലെ അഭിഭാഷകർ തയ്യാറാവില്ല. പക്ഷെ ഈ ഒരു സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി അവർ ആ നിലയിലേക്ക് പോയി. ഇന്നിപ്പോ പരസ്യമായി യുവജന സംഘടനകളും വ്യക്തികളും ഒരാൾക്ക് കൊലപാതകം നടത്തുന്നതിനുള്ള ഇനാം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? ഓരോ ജനാധിപത്യ വിശ്വാസിയും മതേതര വിശ്വാസികളെയും ആശങ്കാകുലരാക്കുന്ന അല്ലെങ്കിൽ അവരെല്ലാം ഇരുന്ന് ചിന്തിക്കേണ്ട സമയമാണ്. ഇതൊരു കനയ്യകുമാറിന്റെയോ JNUവിന്റെയോ മാത്രം പ്രശ്നമായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. യെസ്, വളരെയധികം നന്ദി മാത്യു കുഴൽനാടൻ ഈ വാർത്തയോട് പ്രതികരിച്ചാൽ. ഇപ്പോൾ മാധ്യമപ്രവർത്തക KK ഷാഹിന കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഷാഹിന, ഇപ്പോൾ മാത്യു കുഴൽനാടൻ പറഞ്ഞത് തന്നെയല്ലേ ശരി? കനയ്യ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. വിദ്യാഭ്യാസ രംഗത്തേക്ക് ഉള്ള കൈകടത്തലിന്റെ ഒരു വലിയ ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും പിന്നെ JNUവിലേക്ക് വന്നാൽ ഇപ്പോൾ അല്പം മുമ്പ് ഞങ്ങൾ വാർത്ത നൽകിയ അലിഗഡ് സർവകലാശാലയിലൂടെ ഇവർക്ക് ഇതൊന്നും നടക്കാത്തതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ മാത്രമല്ലേ ഈ കാട്ടിക്കൂട്ടുന്നത്? അല്ല, അത് തീർച്ചയായിട്ടും അത് ഫ്രസ്ട്രേഷൻ, ആ നിലയ്ക്കുള്ള ഒരു ഫ്രസ്ട്രേഷൻ മാത്രമല്ല. ഹലോ, തുടർന്നോളൂ. അത് അത്തരത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ ഇന്ത്യയിൽ ഒരുപാട് കാലമായി സംഘപരിവാർ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നിരുന്ന അവരുടെ ആശയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലേക്ക് അടക്കം കടന്നു കയറാനുള്ള അവരുടെ ഒരു ശ്രമം, അത് ഈ അധികാരം കിട്ടിയ ഈ ഒരു സന്ദർഭത്തില് അത് പിന്നെ ഒരു ഒളിയും മറയുമില്ലാതെ, അതായത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിനകത്ത് ഒരുപാട് വർഷങ്ങളായി നമ്മൾ തുടർന്നു പോരുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതിപ്പോ കോൺഗ്രസ് ഭരിക്കുമ്പോൾ തന്നെയും UPA സർക്കാരൊക്കെ ഭരിക്കുമ്പോൾ തന്നെയും നമുക്ക് എത്ര തന്നെ വിമർശനങ്ങൾ UPA സർക്കാരിനോടൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷത്തോടും അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളോടും ഒക്കെ പിന്നെ കോൺഗ്രസ് പുലർത്തിയിരുന്ന വേറൊരു തരത്തിലുള്ള ഒരു മാന്യത ഉണ്ടായിരുന്നു. അത് ജനാധിപത്യത്തിന്റെ ഒരു കീഴ്വഴക്കമാണ്. പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഒന്നടങ്കം രാജ്യദ്രോഹത്തിന് കേസെടുക്കുന്ന തരത്തിലുള്ള, അത് ഇന്ത്യയുടെ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള പ്രവർത്തനത്തിലേക്ക് പോകുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോ ഈ കനയ്യകുമാറിനെ കൊല്ലണമെന്നും നാവരിയണമെന്നും ഒക്കെ ഇവരുടെ സംഘപരിവാർ സംഘങ്ങൾ പറയുന്നതിൽ എന്താണ് അത്ഭുതം? സത്യത്തിൽ ഇത് അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി മുതൽ താഴോട്ട് ഉള്ള കേന്ദ്രമന്ത്രിമാർ, സ്മൃതി ഇറാനിയെ പോലെയുള്ള ആളുകൾ ഒരു സർവകലാശാലയുടെ VCയെ വിളിച്ചു വരുത്തി അപമാനിക്കുന്ന, അതും അദ്ദേഹം ഒരു മുൻ പട്ടാള മേധാവിയാണ്. ഈ പട്ടാളക്കാരുടെ കാര്യം പറഞ്ഞാണ് ഇവർ ഈ കണ്ണീരൊഴുക്കുന്നത്. രാജ്യത്തിനകത്ത് ആണ് സ്വാതന്ത്ര്യം വേണ്ടത്, രാജ്യത്ത് മനുവാദികളിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത്, സംഘപരിവാറിൽ നിന്നാണ് സ്വാതന്ത്ര്യം വേണ്ടത് എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ഇവർ നേരിടുന്നത് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന, അതിർത്തിയിൽ മരിച്ചു വീഴുന്ന പട്ടാളക്കാരെ ചൂണ്ടിക്കാട്ടിയാണ്. എന്നിട്ട് അതുപോലെ ആദരണീയനായിട്ടുള്ള ഒരു പഴയ പട്ടാളക്കാരനെയാണ് വിളിച്ചു വരുത്തി ഈ സ്മൃതി ഇറാനി അപമാനിച്ചത്. അപ്പൊ ഇത്തരത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുമ്പോ ഇവരുടെ സംഘങ്ങൾ, പേരറിയാത്ത മുഖമില്ലാത്ത ഈ ഗുണ്ടകളായിട്ടുള്ള ആൾക്കൂട്ടം ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിൽ യാതൊരു അത്ഭുതവും ഇല്ല. കനയ്യകുമാറിനെ എന്നല്ല, ഇത്തരത്തിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോ ഇന്ത്യയിലൊട്ടാകെ തന്നെ ഇന്ത്യയിലെ സർവകലാശാലകളിൽ യുവാക്കൾ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ പാതയിലാണ്. ഈ തെരുവിലേക്ക് ഇറങ്ങുന്ന യുവാക്കളെ ഇങ്ങനെ തോക്കുപയോഗിച്ച് ആയുധം ഉപയോഗിച്ച് നേരിടുക എന്നുള്ളതല്ലാതെ ഇവരുടെ മുന്നിൽ ആശയമില്ല. അവർക്ക് ഇവരെ ആശയപരമായി നേരിടാൻ കഴിയില്ല. കനയ്യകുമാർ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ മുന്നോട്ട് വെച്ച ഒരു വാക്കിനോ വരിക്കോ അവർക്ക് മറുപടിയില്ല. അങ്ങനെ മറുപടി ഇല്ലാതെ വരുമ്പോഴുള്ള അവരുടെ മറുപടിയാണ് ഇത്.
കനയ്യകുമാറിനെ ഒരു തരത്തിലും അവർക്ക് നേരിടാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കനയ്യകുമാർ ഒരു പ്രതീകമാണ്. കനയ്യകുമാറിനെ പോലെ ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് വരുന്ന ഒരു അംഗൻവാടി ജീവനക്കാരിയുടെ മകനായ അത്തരത്തിൽ വളരെ ഒരു ശരിക്കും യഥാർത്ഥത്തിലുള്ള ഒരു ഇന്ത്യയുടെ പ്രതീകമായി പ്രതിനിധിയായി വരുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ നേരിടാനുള്ള രാഷ്ട്രീയം അവരുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ഇത് തന്നെയാണ് ചെയ്യാൻ പറ്റുക. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അത്തരത്തിൽ കനയ്യകുമാറിന്റെ ജീവന് ഭീഷണി ഉണ്ട് എന്ന് തന്നെ വേണം വിചാരിക്കാൻ. ആ ചെറുപ്പക്കാരന് വേണ്ട സുരക്ഷ കൊടുക്കുന്നതിൽ ഈ ഗവൺമെന്റ് വീഴ്ച വരുത്തുകയാണെങ്കിൽ അതിലും വലിയൊരു ദുരന്തം ഇന്ത്യയിൽ സംഭവിക്കാനില്ല. അപ്പോ ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കൽബുർഗി, പൻസാരെ, ധാബോൽക്കർ, നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇനിയും പലരും ഇവരുടെ ഈ വധഭീഷണിയിൽ ജീവിക്കുന്നുണ്ട്, ഡോക്ടർ KS ഭഗവാനെ പോലുള്ള ആളുകൾ. അതുകൊണ്ട് ഇതൊക്കെ അസംഭാവ്യമാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇത് വെറും ഭീഷണിയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ മാധ്യമപ്രവർത്തകയായ സിന്ധുവിനെതിരെ ഉണ്ടായിട്ടുള്ള ഭീഷണി, അപ്പൊ ഇതിനെയൊക്കെ വെറുതെ ധൈര്യമില്ലാത്ത ഭീരുക്കൾ വെറുതെ പറയുന്നതാണ് എന്ന തരത്തിൽ തള്ളിക്കളയാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഒരു വളരെ നമ്മുടെ രാജ്യം ഇത്രയും വർഷം കൊണ്ട് നേടിയെടുത്തിട്ടില്ല. അതിന് എന്തൊക്കെ കുറവുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും, എന്തൊക്കെ തരത്തിലുള്ള പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞാലും, രാജ്യം ഇതുവരെ നേടിയെടുത്തിട്ടുള്ള ജനാധിപത്യ ശീലങ്ങളുടെയൊക്കെ കടക്കൽ കത്തിവെക്കുകയും ഇന്ത്യയെ ഒരു തികഞ്ഞ ഫാസിസ്റ്റ് രാജ്യമായി മാറ്റിയെടുക്കാനുള്ള ഒരു ശ്രമം തന്നെയാണിത്. ഇപ്പൊ കനയ്യകുമാറിനോടുള്ള ഇവരുടെ ഈ പ്രതികരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു തരത്തിലും രാഷ്ട്രീയം പറയാൻ പറ്റാതെ ലോക്കായി പോകുന്ന ആളുകളുടെ അവർക്കൊന്നും പറയാനില്ല, അവർക്ക് യാതൊരു രാഷ്ട്രീയവും മുന്നോട്ട് വെക്കാനില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ കടുത്ത അസഹിഷ്ണുതയിൽ നിന്നാണ് ഇത്തരം പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അവരങ്ങനെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ പോലും ഒട്ടും അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് തന്നെ കനയ്യകുമാറിനും ഈ ജയിലിൽ നിന്നും പുറത്തുവരാനിരിക്കുന്ന ഉമർ ഖാലിദും ഒക്കെ അടക്കമുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടത്ര സംരക്ഷണം നൽകേണ്ടത് ഒരു ഡൽഹി സർക്കാരിന് അത്തരത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയേണ്ടതാണ്. ഇത് വളരെ ഭീഷണമായിട്ടുള്ള വളരെ ഭീതിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കൂടെയാണ് രാജ്യം മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. യെസ്, കനയ്യയുടെ തലയ്ക്ക് വിലയിട്ട് ദില്ലിയിൽ പോസ്റ്ററുകൾ. വെടിവെച്ചു കൊന്നാൽ 11 ലക്ഷം രൂപ പാരിതോഷികമെന്നാണ് പോസ്റ്റർ. പൂർവാജ്ഞൻ സേനയുടെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു മാധ്യമപ്രവർത്തക KK ഷാഹിന, മാത്യു കുഴൽനാടനൊപ്പം മുഹമ്മദ് റിയാസ്, BJP നേതാവ് JR പത്മകുമാർ.